ഇപ്പം നമ്മൾ കാണുന്നത് നടൻ സലീം കുമാർ ഇസ്ലാം മത പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വ്യാഖ്യാനത്തിനെക്കുറിച്ചുള്ള ഒരു തമാശയാണ് നമ്മൾ ക്യാപ്ഷനായിട്ട് വായിക്കുന്നത്. പറഞ്ഞത് പ്രകാരമാണ്, സ്വർഗത്തിൽ മദ്യത്തിൻ്റെയും പാലിൻ്റെയും തേനിൻ്റെയും പുഴ ഉണ്ടാവുമത്രേ. എന്ത് വൃത്തികേടായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. അതൊക്കെ ഒരു കുപ്പിയിൽ വാങ്ങുമ്പോഴല്ലേ സൗന്ദര്യം. പിന്നെ ഒരു റൂം 18 കിലോമീറ്റർ ഉണ്ടത്രേ. എന്തിന്, നടന്നു തൂറാനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ പല ഇസ്ലാമിക മതപണ്ഡിതന്മാർ സ്വർഗത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതാ മതഗ്രന്ഥത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനമാണ്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഈ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വർഗത്തിൽ ഇന്ന് വരെ ആരും പോയിട്ടില്ല. ഇത് എഴുതിയ ആൾ പോലും സ്വർഗത്തിൽ പോയിട്ടില്ല. അപ്പോൾ സ്വർഗം എങ്ങനെയിരിക്കും, നരകം എങ്ങനെയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു എത്തും പിടിയുമില്ല. കാരണം ഒരു ഫോട്ടോ വീഡിയോ ഒന്നും അതിനെക്കുറിച്ച് ഒന്നും ഇല്ല. കാരണം അവിടെ പോയെങ്കിലല്ലേ കാണാൻ പറ്റുക. ദൈവത്തെ പോലും എല്ലാവരും വിശ്വസിക്കുന്നു എന്ന് പറയുന്നുള്ളതല്ലാതെ ആരും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ സ്വർഗം എവിടെയാണെന്ന് പോലും ശാസ്ത്രീയമായി ഇന്ന് ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല. സ്വർഗമുണ്ടെന്ന് ലോകമതങ്ങൾ പറയുന്നുണ്ട്, അതുതന്നെയാണ് ഇസ്ലാമും പറയുന്നത്. പക്ഷേ സ്വർഗത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളുള്ളതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അത് ഭാവന സൃഷ്ടിയാണ്. ഒരിക്കലും അങ്ങോട്ട് പോകാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും ആധികാരികമായി പറയാൻ കഴിയുക? അവിടെ ഇത്രയും വലിയൊരു റൂം ഉണ്ടെന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയുക? 18 കിലോമീറ്റർ നീളമുള്ള ഒരു റൂം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? മദ്യത്തിൻ്റെയും പാലിൻ്റെയും തേനിൻ്റെയും ഒക്കെ പുഴയുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് കണ്ടെങ്കിലല്ലേ പറയാൻ കഴിയുക, കാണാതെ എങ്ങനെ പറയാൻ കഴിയും? ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും യുക്തിയധിഷ്ഠിതമായിട്ടാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. എല്ലാത്തിനും തെളിവ് വേണം. കാരണം ഇന്ന് ശാസ്ത്രലോകമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. പുരോഗമനവാദ കാഴ്ചപ്പാട് ഉള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. വിദ്യാഭ്യാസം സംസ്കാരമുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് മനസ്സിലാകാൻ പാകത്തിന് കാര്യങ്ങൾ വ്യാഖ്യാനിക്കണം. അല്ലാണ്ട് മതഗ്രന്ഥത്തിനകത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ഇതേപോലുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാരാണ് വ്യാഖ്യാനിക്കുന്നത് സ്വർഗത്തിൽ ശരീരം ഉടയാത്ത സ്ത്രീകൾ ഒരുപാടുണ്ടത്രേ. അപ്പോൾ അവിടെയും ലൈംഗികതയെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ കാണാതെ എങ്ങനെ പറയാൻ കഴിയും? ആരോ എവിടെയോ എന്തോ എഴുതി വെച്ചിരിക്കുന്നത്, അത് ഭാവനയെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ ആരും പോയിട്ടില്ല. പോകാതെ എങ്ങനെയാണ്, കാണാതെ എങ്ങനെയാണ് അത് പറയാൻ കഴിയുക? അപ്പോൾ ഇതൊക്കെ ശുദ്ധ ഒരു ഭാവന മാത്രമാണ്.